ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MTRലേക്ക് സ്വാഗതം. ഇന്ന് മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതാണ് നമ്മുടെ മുരിങ്ങ മരം. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത്രയും ഇല പറിച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങയില ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ മുരിങ്ങയില എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ മുരിങ്ങയില ആ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് മുരിങ്ങയിലയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 2 മുട്ട ഉപ്പ് ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടിയും സ്വാദായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതായാലും ചേർക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവോളയാണ്. ഇവിടെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഷേപ്പിൽ, നീളത്തിലോ വട്ടത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സവോള അരിഞ്ഞെടുക്കാം. ഉള്ളി ആയാലും കുഴപ്പമില്ല. ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉള്ളി വെളിച്ചെണ്ണയിൽ, സവോള ആയാലും ഉള്ളി ആയാലും വെളിച്ചെണ്ണ നല്ലപോലെ മുരിഞ്ഞ് വന്നാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിലും ഉള്ളിയിലൊക്കെ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അങ്ങനെ നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ, ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് മുരിങ്ങയിലയും ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. മുരിങ്ങയിലുള്ള വെള്ളമൊക്കെ മാറി അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്താണ് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന, ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം സാവകാശം ഇളക്കി കൊടുക്കണം. ഒരുപാട് ഉടഞ്ഞു പോകരുത്. മുട്ടയും ഇലയും ഒന്ന് ഡ്രൈ ആയി വരണ വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഇട്ട മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. ഈ ഒരു പരുവത്തിൽ വരണം. മുട്ടയും ഇലയും തമ്മിൽ വിട്ട് നിൽക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.